എടി മോളെ, അങ്ങോട്ടൊന്ന് നോക്കിയേ. പൊതിച്ചോറ് കൊടുത്ത് കാശ് വാങ്ങലും ഒരർത്ഥത്തിൽ കൈനീട്ടില് തന്നെയല്ലേ മുത്തശ്ശി? സംശയമുണ്ടോ? പിന്നെ വേറൊന്നുകൂടിയുണ്ട്. ഇതുകൊണ്ടൊക്കെ എന്താവാനാ മോളെ? ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരുന്നാലേ ജീവിതകാലം മുഴുവൻ അവൾ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കും. അവളെ കൊല്ലാൻ നമുക്ക് പറ്റിയില്ല. എന്നാലും അവൾ ഇത്രയ്ക്ക് അതപ്പതിച്ചതിന്റെ കാരണം നമ്മൾ രണ്ടുപേരും തന്നെയാ, അല്ലേ മുത്തശ്ശി? അവളും അവളുടെ ഭർത്താവും വിചാരിച്ചതേ പ്രിയങ്കയെ അവളുടെ മുത്തശ്ശിയും വെല്ലുവിളിച്ച് തോൽപ്പിച്ച് കളയാവുന്ന. അതിനൊന്നും അവളും വളർന്നിട്ടില്ല, അവളുടെ ഭർത്താവും വളർന്നിട്ടില്ല. രാധികേ, അതെ, കഴിഞ്ഞ 4-5 ദിവസം ഓഫീസിലേക്കുള്ള ഓർഡർ കുറച്ച് കൂടുതലാണല്ലോ. അതങ്ങനെ തന്നെ തുറന്നോളൂ. നാളെ മുതലേ ഒരു 11 പൊതിച്ചോറും കൂടി വേണം. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല സർ, ചെയ്യാം. കഴിഞ്ഞ 4 ദിവസത്തെ ടോട്ടൽ ബില്ലും 18 ഊണിൻ്റെ 10 ദിവസത്തെ പണവും ചേർത്ത് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. രാധിക നോക്കിയിട്ട് കണക്കെന്നോട് പറഞ്ഞാൽ മതി. ദാ. എടി മുത്തശ്ശി, ഈ പൊതിച്ചോറ് വിറ്റിട്ട് ഇവക്ക് ഇത്രയ്ക്ക് കാശൊക്കെ കിട്ടുമോ? ഇതെന്റെ മനസ്സിൽ പോയില്ലല്ലോടി മോളെ. ഇതെന്ത് കഥയത്? ഈ നിലയ്ക്കാണ് അവളുടെ കയ്യിൽ കാശ് വന്ന് ചാടുന്നെങ്കിലേ 1 കൊല്ലം കഴിയുമ്പോ തന്നെ അവള് നമ്മളെക്കാളും മേലെ ആവുമല്ലോ മുത്തശ്ശി. ഈ നാശം പിടിച്ചവക്ക് എവിടുന്നെങ്കിലും ഒരു രക്ഷ കിട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ. മുത്തശ്ശി, ഇനി വളരാൻ ഇവളെ വിട്ടിട്ട് നമ്മൾ കാഴ്ചക്കാരായി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അവളെ തകർക്കണമെങ്കിൽ ഇപ്പൊ തന്നെ തകർക്കണം. അവൾ ഇനി കച്ചവടം ചെയ്യണ്ട. കുറച്ചു കാലത്തേക്ക് അവൾ ഇത് ചെയ്യാൻ പാടില്ല. അല്ല മോളെ, അതിനെന്താ ഒരു മാർഗം? ആക്സിഡന്റ്.